അതിനകത്തുള്ള ഒരു കുത്തും കൂടെ MP ഗോവിന്ദൻ പിണറായി വിജയന് കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം എന്താണ്, ഇങ്ങനെ പറയുമ്പോൾ ഇത് വിജയന്റെ മകളായതുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത് എന്നുള്ള ചർച്ച പൊതുമണ്ഡലത്തിൽ വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ MP ഗോവിന്ദൻ ഇങ്ങനെ ഒരു അടിച്ചിരിക്കുന്നത്? ഇതൊരു നിന്നാസ്തുതിയാണോ എന്നുള്ള കാര്യവും കൂടി നമ്മൾ ഇതിനകത്ത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക്. ശ്രീ കെ എം ഷാജി, ഇന്ന് MP ഗോവിന്ദൻ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ പത്രത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ വീണ വിജയനെതിരെ ഇങ്ങനെ കേന്ദ്രത്തിന്റെ അന്വേഷണം വരണ്ട. അപ്പോൾ പറഞ്ഞു വെച്ചാൽ അന്വേഷണം വരട്ടെ, ഏത് അന്വേഷണം നമ്മൾ നേരിടാൻ ശരിയാണ്. പക്ഷെ അതിന് മെയിൻ കാരണം വീണ വിജയൻ പിണറായി വിജയന്റെ മകളായിട്ട് മാത്രമാണ് അന്വേഷണം വേണത്. ഈ വീണ വിജയന്റെ ഇന്ന് വിജയനെ മൈനസ് ആക്കിയാൽ ഒരു അന്വേഷണം മകൾക്കെതിരെ വരില്ല. ഇതില് എനിക്ക് പറയാനുള്ള മറുപടി എന്താന്ന് ചോദിച്ചാൽ, CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഇതിനെക്കുറിച്ച് പറഞ്ഞ ആ മറുപടി പൂർണ്ണമായും ശരിയാണ് എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. ഇനി അതെങ്ങനെയാണ് പൂർണ്ണമായും ശരിയായത് എന്നുള്ളത് ഞാൻ പറയാം. എന്താണ് MP ഗോവിന്ദൻ പറഞ്ഞത്? ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. വീണ വിജയനിൽ നിന്ന് വിജയൻ മാറ്റിവെച്ചാൽ ഈ അന്വേഷണം നടക്കില്ലായിരുന്നു. ഇതാണല്ലോ അദ്ദേഹം സൂചിപ്പിച്ചത്. അത് ശരിയാണെന്ന് ഞാൻ പറയാൻ കാര്യം എന്താണ്? അത് ശരിയായതുകൊണ്ടാണ്. എങ്ങനെയാണത് ശരിയാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് ഈ MP ഗോവിന്ദന്റെ ഇരട്ടത്താപ്പ് പുറത്തു വരുന്നത്. എന്താണ് വീണ വിജയനെ കുറിച്ച് നടത്തുന്ന അന്വേഷണം? 12/1/2024 കോർപ്പറേറ്റ് മന്ത്രാലയം ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ പറയുന്നത് എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രവർത്തനം ദുരൂഹമാണ്. ആ ദുരൂഹമായ സാഹചര്യത്തിൽ അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കാൻ പോവുകയാണ്. 3 ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷിക്കുന്നത്. ഒരാൾ പുതുച്ചേരിയിൽ നിന്നും, ഒരാൾ ചെന്നൈയിൽ നിന്നും, ഒരാൾ കർണാടകയിൽ നിന്നുള്ള 3 ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കും. 4 മാസത്തിനുള്ളിൽ ഈ അന്വേഷണം പൂർത്തിയാക്കും. ഇതാണല്ലോ അന്വേഷണ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ആ അന്വേഷണ ഉത്തരവിലെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? കരിമണൽ കർത്താവിന്റെ കമ്പനിയായിട്ടുള്ള CMRL-ലും എക്സാലോജിക്കും തമ്മിലുള്ള പണമിടപാടിൽ ദുരൂഹതകളുണ്ട് എന്നാണ് അതിനകത്ത് പറയുന്നത്. എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? നമുക്കറിയാം, 5-6 മാസങ്ങൾക്ക് മുമ്പ് ഈ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ 3-അംഗ ബെഞ്ചിന്റെ വിധിന്യായം വന്നപ്പോൾ ആ വിധിന്യായത്തിൽ പറഞ്ഞിരുന്നത് എന്താണ്? 2017 മുതൽ 2020 വരെയുള്ള 4-5 വർഷക്കാലം എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിക്ക് 3 ലക്ഷം രൂപയും വീണ വിജയൻ 5 ലക്ഷം രൂപയും വെച്ച് ഓരോ മാസവും ഈ 3-4 വർഷക്കാലം കൊടുത്തതിന്റെ ഭാഗമായി ഏതാണ്ട് 1,72,00,000 രൂപയോളം ഈ കരിമണൽ കർത്താവിന്റെ കമ്പനിയായിട്ടുള്ള CMRL എക്സാലോജിക്കിനും വീണ വിജയനുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണല്ലോ ആ വിധിന്യായത്തിൽ പറഞ്ഞിരുന്നത്. എന്നിട്ട് അതിനകത്ത് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു സേവനവും ചെയ്യാതെ, അല്ലെങ്കിൽ ടാലി എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്ത് മുഴുവൻ കിട്ടാവുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ എന്തോ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രധാനമായും ഒരു സേവനവും ചെയ്യാതെയാണ് ഈ 1,72,00,000 രൂപ CMRL വീണ വിജയനും എക്സാലോജിക്കിനുമായിട്ട് കൊടുത്തത് എന്നുള്ളതും ആ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, CMRL-ലെ IT മേഖലയിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്, വീണ വിജയന്റെ കമ്പനി CMRL എന്ന് പറഞ്ഞ കമ്പനിക്ക് 1 പൈസയുടെ സേവനം പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണ്? CMRL എന്ന് പറഞ്ഞ കമ്പനി വീണ വിജയന് പണം കൊടുത്തത് എന്തുകൊണ്ടാണ്? ഒരു സേവനവും ചെയ്യാതെ 1,72,00,000 രൂപ കൊടുത്തത് എന്തുകൊണ്ടാണ്? വീണ വിജയൻ പിണറായി വിജയന്റെ മകളായതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് CMRL എന്ന് പറഞ്ഞ കമ്പനി എനിക്കോ അല്ലെങ്കിൽ അഭിലാഷിനോ 1 പൈസയുടെ സേവനം ചെയ്യാതെ 1 കോടി രൂപ പോയിട്ട് 1 പൈസ തരുമായിരുന്നോ? തരില്ല. എനിക്കും തരില്ല, നിങ്ങൾക്കും തരില്ല. വിജയൻ എന്നൊരു പേര് അതല്ലേ ഒരു പൈസ കാരണം? അതാണ് കാരണം. അതായത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകളാണ് വീണ എന്നുള്ളത് കൊണ്ടാണ് CMRL എന്ന് പറഞ്ഞ കമ്പനി ഒരു സേവനവും ചെയ്യാതെ 4 വർഷക്കാലം കൊണ്ട് 1,72,00,000 രൂപ വീണ വിജയൻ കൊടുത്തത്. അപ്പൊ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം വന്നിട്ടുള്ളത്. അപ്പൊ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് 100% ശരിയാണ്. വീണ വിജയൻ ആയതുകൊണ്ട് മാത്രമാണ് അന്വേഷണം വന്നിട്ടുള്ളത്. വിജയനെ വീണയിൽ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ അന്വേഷണം വരില്ല എന്നുള്ളത് 100% ശരിയാണ്. CMRL എന്ന് പറഞ്ഞ കമ്പനി വീണ വിജയന്റെ മകളായതുകൊണ്ടാണ് വിജയന്റെ മകളായിട്ടുള്ള വീണയ്ക്ക് 1,72,00,000 രൂപ കൊടുത്തിട്ടുള്ളത്. അത് അനധികൃതമായിരുന്നു.
ആ അനധികൃതമായിട്ടുള്ള ഇടപാടിനെ കുറിച്ച് കോർപ്പറേറ്റ് മന്ത്രാലയം ഇപ്പൊ അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് വിജയന്റെ മകളായിട്ടുള്ള വീണയ്ക്ക് അനധികൃതമായി CMR-ൽ 1,72,00,000 രൂപ കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത് പൂർണ്ണമായും ശരിയാണെന്ന് വരുന്നു. പിന്നെ അതിനൊരു മറുവശമുണ്ട്. അതിനകത്തുള്ള ഒരു കുത്തും കൂടെ MV ഗോവിന്ദൻ പിണറായി വിജയന് കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം എന്താണ്, ഇങ്ങനെ പറയുമ്പോൾ ഇത് വിജയന്റെ മകളായതുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത് എന്നുള്ള ചർച്ച പൊതുമണ്ഡലത്തിൽ വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ MV ഗോവിന്ദൻ ഇങ്ങനെ ഒരു അടിച്ചിരിക്കുന്നത്? ഇതൊരു നിന്ദാസ്തുതിയാണോ എന്നുള്ള കാര്യവും കൂടി നമ്മൾ ഇതിനകത്ത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക്. ഇപ്പൊ താങ്കൾ പറയുന്നത് വെച്ചാൽ MV ഗോവിന്ദൻ ഈ കേസിന് ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കുകയാണ്, വീണ വിജയനെതിരെ തെളിവുകൾ കാണും, അവർക്കെതിരെ അന്വേഷണം നടത്തിയിട്ട് എന്നാണോ? അല്ല, ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം അടുത്ത കാലത്ത് EP ജയരാജൻ പിണറായി വിജയനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. രണ്ട് കാര്യത്തിലാണ് ഇന്നലെ ഈ കേസിൽ EP ജയരാജൻ പറയാൻ ഞാൻ പഠിച്ചിട്ട് പറയാം, എന്താ 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ് പഠിച്ചിട്ട് പറയാം. അല്ല, ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ രണ്ട് കാര്യത്തിൽ EP ജയരാജൻ പിണറായി വിജയനെ പിന്തുണച്ചിപ്പോ വന്നിരുന്നു. അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടൊരു വീഡിയോ വന്നിരുന്നു. ആ വീഡിയോ വന്നപ്പോഴും അതിനുശേഷം പിന്നെ MT വാസുദേവൻ നായരുടെ വിമർശനം വന്നപ്പോഴും ഈ രണ്ട് വിഷയം വന്നപ്പോഴും EP ജയരാജൻ പിണറായി വിജയനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പിണറായി വിജയൻ അനുകൂലമായിട്ട് പിണറായി വിജയൻ സ്തുതിച്ചുകൊണ്ടൊരു വീഡിയോ വന്നപ്പോഴത്തേക്കും EP ജയരാജൻ പറഞ്ഞതാണ് അതൊരു വീരാരാധനയാണ്, എനിക്കും പിണറായി വിജയനോടൊരു വീരാരാധനയുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ MT വാസുദേവൻ നായരുടെ ശക്തമായ വിമർശനം വന്നപ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഈ രണ്ട് വിമർശനങ്ങളും പൊതുവിൽ നമ്മൾ നോക്കിയാൽ പിണറായി വിജയനെ പിന്തുണയ്ക്കുകയാണ് EP ജയരാജൻ എന്ന് നമുക്ക് പൊതുവിൽ തോന്നാമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ EP ജയരാജൻ ഈ പിന്തുണ വിജയന് കൊടുത്തതോടുകൂടി വിജയനെതിരായിട്ടുള്ള വിമർശനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തത്. കാരണം ഈ CPM-നകത്ത് വീരാരാധന ഇല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും വീരാരാധന തനിക്കുണ്ടെന്നും ഇതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ വീഡിയോയെ കുറിച്ചുള്ള വിമർശനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ MT വാസുദേവൻ നായർ പറഞ്ഞത് കേന്ദ്രത്തിനെതിരാണെന്ന് EP ജയരാജൻ പറഞ്ഞപ്പോൾ അത് കേന്ദ്രത്തിനെതിരായിട്ടല്ല, അത് പിണറായി വിജയനെതിരായിട്ടാണ് എന്നുള്ള ചർച്ചകൾ കൂടുതൽ പൊതുമണ്ഡലത്തിൽ നടക്കുകയാണ് ചെയ്തത്. അപ്പൊ EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം EP ജയരാജൻ പിണറായി വിജയനെ പിന്തുണച്ചതാണെന്ന് പുറമെ നമുക്ക് തോന്നാമെങ്കിലും പിണറായി വിജയന്റെ ഒരു കുത്താണ് EP ജയരാജൻ കുത്തിയത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായതാണ്. അതിന് സമാനമായി ട്ടുള്ള ഒരു കുത്താണ് MV ഗോവിന്ദൻ മാസ്റ്റർ കൊടുത്തത് എന്ന് ഈ വിമർശനം കാണുമ്പോഴും ആളുകൾക്ക് തോന്നാം. കാരണം MV ജയരാജൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ അർത്ഥത്തിൽ ഇത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പം AK ബാലൻ നടത്തുന്ന പ്രസ്താവനകളുണ്ട്. ആ പ്രസ്താവനകളെല്ലാം തന്നെ പിണറായി വിജയന് അനുകൂലമാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും പിണറായി വിജയനെതിരായിട്ടാണ് ഫലത്തിൽ ചർച്ച നടക്കുന്നത്. ഇപ്പൊ മോഡി വന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാലൻ വന്നിട്ട് പറഞ്ഞ എന്താണ്, അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്, അത് അങ്ങനെയാണെങ്കിൽ അന്വേഷിക്കേണ്ടതാണ്, അതെന്തുകൊണ്ട് അത് അന്വേഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൂടുതൽ സജീവമാകുകയാണ് ചെയ്തത്. അപ്പൊ സ്വാഭാവികമായും ഇതിനൊക്കെ അന്തർധാരയായിട്ട് നമുക്ക് കാണാവുന്ന ഒരു കാര്യം CPM-നകത്ത് പിണറായി വിജയനെതിരെ നടക്കുന്ന ഒരു ചലനത്തിന്റെ, ഇംഗ്ലീഷ് പറഞ്ഞ ഒരു ചേണിങ്ങിന്റെ പ്രതിഫലനമാണോ ഈ ബാലന്റെയും EP ജയരാജന്റെയും MV ഗോവിന്ദൻ മാസ്റ്ററുടെയും ഒക്കെ വിമർശനം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവർ മൂന്ന് പേരും പിണറായിക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരാമർശങ്ങൾ ഫലത്തിൽ പിണറായി വിജയന് വലിയ തോതിലുള്ള ദുരിതമുണ്ടാക്കുന്ന പ്രസ്താവനകളായിട്ടാണ് മാറുന്നത് എന്നാണ് നമുക്ക് ആ വിമർശനങ്ങൾ ആഴത്തിലെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. അതിലേറ്റവും പുതിയ ഒരു പിന്നെ പ്രസ്താവനയാണ് പിണറായിക്ക് ആത്യന്തികമായി എതിരാകാവുന്ന ഒരു പ്രസ്താവനയുമായിട്ടാണ് MV ഗോവിന്ദൻ മാസ്റ്റർ വന്നിരിക്കുന്നത് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റു ഞാൻ ചോദിച്ചിട്ട്, ഈ വീണയ്ക്കെതിരെ കേസ് കൊടുത്തത് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജാണ്. ഷോൺ ജോർജ് ഇന്നലെ കോട്ടയത്ത് വാർത്താ സമ്മേളനം വെച്ചു മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഷോൺ ജോർജിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത് കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി എന്നൊരു വാർത്ത കേൾക്കുന്നത് സത്യമാണ്. അപ്പൊ ഷോൺ ജോർജ് പറഞ്ഞു അതൊരിക്കലും സത്യമല്ല, കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി പിന്നെ ഫോണിൽ വിളിച്ചിട്ടില്ല എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. താങ്കൾക്ക് അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, അത് നമ്മൾ ലളിതമായി തള്ളിക്കളയേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹൈക്കോടതിയിൽ
പിന്നെ ഈ ഷോൺ ജോർജ് വക്കീൽ ആപ്പീസ് തുടങ്ങിയപ്പോൾ ആ വക്കീൽ ആപ്പീസിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും പങ്കാളിയായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അവരൊരുമിച്ചാണ് ഈ വക്കീൽ ആഫീസ് ആരംഭിച്ചതെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബിനീഷ് കോടിയേരിയും ബിനീഷ് കോടിയേരിയുടെ കുടുംബവും ഒക്കെ തന്നെ പിണറായി വിജയനെതിരായിട്ട് വലിയ തോതിലുള്ള അമർഷത്തിലും പ്രതിഷേധത്തിലുമാണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം ബിനീഷ് കോടിയേരിയുടെ പിതാവായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണന് മരണാനന്തര ചടങ്ങുകൾ അദ്ദേഹത്തിന് അർഹിക്കുന്ന നിലയിൽ കൊടുക്കാതിരുന്നതിൽ പിന്നെ പിണറായി വിജയനുള്ള പങ്ക് അവരെ വളരെ മോശമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് പരോക്ഷമായി പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. ആ പ്രകടിപ്പിച്ച് ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് അവരുടെ അനിയനെ ഒരു ചീട്ടുകളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിന് പിണറായി വിജയനോട് വലിയ തോതിലുള്ള കലിപ്പുണ്ട് എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇങ്ങനെ കേസ് കൊടുത്തതിന് പുറകിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ ചില സത്യത്തിന്റെ കണികകൾ ഘടകങ്ങൾ അതിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാലും അതിൽ തെറ്റ് പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവിൽ ഈ ഷോൺ ജോർജിന്റെ വക്കീൽ സ്ഥാപനവുമായി കോടിയേരി ബാലകൃഷ്ണ മകൻ ബിനീഷ് കോടിയേരിക്ക് നല്ല ബന്ധമുണ്ടെന്നും എന്ന് മാത്രമല്ല അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ആ വക്കീൽ ഓഫീസ് തുടങ്ങിയത് എന്നുമാണ് എനിക്ക് വിവരം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിൽ പ്രസക്തിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി സർ. കെ എം ഷാജഹാൻ.